ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ. ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്താണ് ധനവാൻ ചെയ്ത തെറ്റ്? കാരണം തൻ്റെ പാത്രത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ട് ഭക്ഷിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ലാസർ. പ്രിയപ്പെട്ടവരെ, ധനവാൻ ചെയ്ത തെറ്റ് എന്ത് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ ആവശ്യങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം തീർന്നതിന് ശേഷമല്ല പങ്കുവയ്ക്കേണ്ടത്, മറിച്ച് തൻ്റെ സമൃദ്ധിയിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം പങ്കുവയ്ക്കുവാനുള്ള ജീവിതമാണ്, മറ്റുള്ളവരോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടേതും. അതുകൊണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും പറയുന്നത് മറ്റുള്ളവൻ്റെ കാത്തു സൂക്ഷിപ്പുകാരനാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരെ കാത്തു സൂക്ഷിക്കുവാൻ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ധനവാൻ മറന്നുപോയ ഏറ്റവും വലിയ കാര്യം. ധനവാൻ മറന്നുപോയത് മറ്റുള്ളവരെ കാത്തു സൂക്ഷിക്കുവാൻ മറന്നുപോയി. തൻ്റെ സമൃദ്ധിയിൽ തനിക്ക് പങ്കുവയ്ക്കുവാൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും തൻ്റെ ആവശ്യവും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം നിറവേറ്റിയതിനു ശേഷം തൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് മിച്ചം വരുന്ന എച്ചില് മാത്രം കൊടുത്ത് വളർത്തുവാൻ മാത്രമാണ് അദ്ദേഹം പരിശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷമല്ല നമ്മൾ പങ്കുവെക്കേണ്ടത്, മറിച്ച് നമ്മൾക്കുള്ളത് നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കാരണം അവന് നന്മ സംഭവിക്കുമോ, അപരന് നന്മ സംഭവിക്കുമോ? കാരണം അപരൻ നമുക്കൊരു സ്വർഗമാണ്. അപരൻ ഒരിക്കലും നമുക്കൊരു നരകമല്ല. അപരൻ നമുക്കൊരു സ്വർഗമാണ്. നമ്മളെ വളർത്തുവാൻ, നമ്മളെ നന്നാക്കുവാൻ, നമുക്ക് കൂടുതൽ നമ്മൾ വിശുദ്ധരാകുവാൻ വേണ്ടി നമുക്ക് ദൈവം നൽകിയ വരദാനങ്ങളാണ് മറ്റുള്ളവരെ എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരില്ലാതെ നമുക്കൊരു ജീവിതവുമില്ല. കാരണം നമ്മുടെ ജീവിതത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പേര് പോലും വിളിക്കുവാൻ മറ്റൊരു വ്യക്തി ഇല്ലെങ്കിൽ നമ്മുടെ പേരിന് പോലും ഒരു വിലയുമില്ല. കാരണം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടേതും. പക്ഷേ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാനാണ് വലിയവൻ എന്ന് വിചാരിച്ചാണ് പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുക. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്നിടത്ത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാനാണ് വലിയവൻ, മറ്റുള്ളവനൊക്കെ വളരെ ചെറിയവൻ, ദാസൻ, അവൻ എൻ്റെ അടിമ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും നമ്മൾ ജീവിക്കാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എച്ചിലുകൾ എറിഞ്ഞ് പലരെയും നമ്മൾ വളർത്താറുണ്ട്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അല്ല, തെറ്റാണത്. അതാണ് ധനവാൻ ചെയ്ത തെറ്റും. കാരണം നമുക്ക് നമ്മുടെ സമ്പത്തിൽ നിന്നും നമ്മുടെ ആ ഒരു പ്രൗഢിയിൽ നിന്നും നമ്മുടെ ഒരു വീതം അവന് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിറവേറ്റിയതിന് ശേഷമല്ല കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവീകതയുള്ളത്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ഒരു നോവൽ. ആ നോവലിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ഒരു വലിയ ആഡംബരമായ ഒരു വിവാഹത്തിന് ശേഷം ഒരു കുഴിയെടുത്ത് ബിരിയാണിയും മറ്റ് എല്ലും കഷ്ണങ്ങളും എല്ലാം മൂടുവാൻ വേണ്ടി വിളിക്കുന്ന ഒരു കഥാനായകനുണ്ട്. ആ നായകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്: എനിക്കൊരു മകളുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്: പഠിക്കുവാണോ? അല്ല. വിവാഹം കഴിഞ്ഞോ? ഇല്ല. അവളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? അവൾ മരിച്ചുപോയി. വസുമതി എന്ന പേരുള്ള എൻ്റെ മകള് മരിച്ചുപോയി. അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു: എന്താണ് കാരണം? പട്ടിണി കൊണ്ടാണ് അവൾ മരിച്ചു പോയത് എന്ന്. നിശബ്ദരായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ ബിരിയാണി മൊത്തം മൂടിക്കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ കണ്ണീരോടുകൂടി ഈ മനുഷ്യൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. പട്ടിണി കൊണ്ട് മരിച്ചുപോയ ഒരു മകളുടെ അപ്പൻ ആണ് ഈ നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ എവിടെയെങ്കിലും പട്ടിണി കൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ്. നമ്മുടെ കാര്യങ്ങളിൽ ദൈവം അവർക്ക് കൊടുക്കുവാനുള്ള പലതും തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും അത് ചിന്തിക്കാറില്ല, നമ്മളൊന്നും അത് കാണാറില്ല. നമ്മളൊക്കെ എൻ്റേത് 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 എന്ന് പറഞ്ഞ് നമ്മൾ വാരി സ്വരുക്കൂട്ടി വെക്കുവാൻ മാത്രമാണ് പരിശ്രമിക്കാറ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം മുതൽ നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരു ചിന്തയും കൂടെ വരട്ടെ, മറ്റൊരു തീരുമാനവും കൂടെ വരട്ടെ. അപരനെയും കൂടെ ചേർക്കുവാനും അപരനെയും സ്നേഹത്തോടെ കൈപിടിച്ചു നടത്തുവാനും അപരനും എൻ്റെ കൂടപ്പറപ്പാണ് എന്ന് കണ്ട്
അവനെ എപ്പോഴും ചേർത്ത് പിടിച്ച് എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കയറ്റുവാൻ ദൈവം തന്ന സമ്മാനങ്ങളാണ് എൻ്റെ അപരൻ എന്ന് മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായുള്ള കൃപ നൽകി തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.